ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ TV ഒരുക്കുന്ന ശാബത്ത് സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഈ 2024 മൂന്നാമത്തെ ക്വാർട്ടറിലേക്ക് പ്രവേശിക്കുകയാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസക്കാലം നാം ഒരു പുതിയ പാഠം നാം പഠിക്കുവാൻ പോകുന്നു. മർക്കോസിൻ്റെ സുവിശേഷം. നമുക്ക് ആമുഖമായി അറിയാം, പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളാണ് ഉള്ളത്. അതിൽ രണ്ടാമത്തെ സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം. അതിൽ പ്രധാനമായും നാം ചിന്തിക്കുന്നത്, എല്ലാ സുവിശേഷങ്ങളും യേശുവിൻ്റെ ശിഷ്യന്മാരാണ് എഴുതിയത്, മറിച്ച് മർക്കോസ് യേശുവിൻ്റെ ശിഷ്യനായിരുന്നില്ല. അപ്പോൾ മർക്കോസ് എന്ന യോഹന്നാൻ എഴുതിയതായ ഈ സുവിശേഷത്തെക്കുറിച്ചാണ് നാം ഈ 3 മാസക്കാലം പഠിക്കുന്നത്. പ്രധാനമായും മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായങ്ങളാണുള്ളത്. 16 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ലേഖകൻ അതിനെ 2 ഘട്ടങ്ങളായി തിരിക്കുകയാണ്. 16 അധ്യായങ്ങളെ 2 ഘട്ടങ്ങളായി 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ അവിടുത്തെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് യേശു ആരാകുന്നു. 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ യേശു ആരാകുന്നു എന്ന് പലർക്കും തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പോലും യഥാർത്ഥത്തിൽ യേശു ആരാകുന്നു എന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. പലപ്പോഴും സൗഖ്യങ്ങൾ ലഭിച്ചതായ അനേക വ്യക്തികളുണ്ടായിരുന്നു. എങ്കിൽ ഭൂതങ്ങൾ ബാധിച്ചതായ വ്യക്തികൾ, ഭൂതഗ്രസ്തർ മനസ്സിലാക്കി ഇവൻ സാക്ഷാൽ മശിഹയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനാണ്. ഭൂതങ്ങൾക്ക് യേശുവിനെ മനസ്സിലായി യേശു ആരാകുന്നുവെന്ന്. മറിച്ച് അന്നത്തെ ജ്ഞാനികൾക്ക്, യഹൂദന്മാർക്ക് യേശു യഥാർത്ഥത്തിൽ ആരാണ് എന്ന് വ്യക്തമായി മനസ്സിലായില്ല. 8-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് യേശു ജനത്തോട് ചോദിച്ചു, സമൂഹത്തോട്, ശിഷ്യന്മാരോട് ചോദിച്ചു, എന്നെ ആരെന്നാണ് സമൂഹം പറയുന്നത്? ചിലർ പറഞ്ഞു യെരമ്യാവ്, ചിലർ പറഞ്ഞു അങ്ങ് ഏലിയ പ്രവാചകൻ. പക്ഷേ യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് പറഞ്ഞു, നീ സാക്ഷാൽ ക്രിസ്തുവാകുന്നു. അപ്പോൾ 8-ാം അധ്യായം വരെ എത്തേണ്ടി വന്നു യേശു ആരാകുന്നു എന്ന് തിരിച്ചറിയുവാൻ. കൂടാതെ 9 മുതൽ 16 വരെ, മർക്കോസിൻ്റെ സുവിശേഷം 9 മുതൽ 16 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടുത്തെ രണ്ടാമത്തെ ചോദ്യം, യേശു എവിടേക്കാണ് പോകുന്നത്? യേശു യഥാർത്ഥത്തിൽ പോകുന്നത് ക്രൂശിലേക്കാണ്. അന്നത്തെ ജനം ചിന്തിച്ചത്, യഹൂദർ ചിന്തിച്ചത്, ഇവൻ സാക്ഷാൽ മശിഹയാകുമെന്നും രാജാവാകുമെന്നും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാകുമെന്നൊക്കെയുള്ള ചിന്ത ഭൗതിക ലോകത്ത് അവർ പലതും ചിന്തിച്ചു. മറിച്ച് യേശുവിൻ്റെ ലക്ഷ്യസ്ഥാനം അതൊന്നും ആയിരുന്നില്ല. നമുക്ക് വേണ്ടിയുള്ള ത്യാഗത്തിൻ്റെ യാത്രയായിരുന്നു. യേശു എവിടേക്ക് പോയി? യേശു യാത്ര ചെയ്തത് ക്രൂശിലേക്കാണ്. ആ ക്രൂശിലേക്കുള്ള യാത്രയാണ് പുനരുത്ഥാനത്തിന് ശേഷം നമുക്ക് ഇത്രയും അധികം പ്രത്യാശ ദൈവജനത്തിന് നൽകിയത്. പ്രത്യേകിച്ച് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ക്രിസ്തീയ സഭ ആരംഭിക്കുകയും യേശുവിൻ്റെ സുവിശേഷം ആരംഭിക്കുകയും ചെയ്തു. യഹൂദിയിലും ശമരിയിലും ഒക്കെ ഭൂമിയുടെ അറ്റത്തോളം സഭകൾ പെരുകുന്നതായിട്ട് നാം പഠിക്കുന്നു. ഈ ഒരു ക്വാർട്ടർ മുഴുവൻ നാം മർക്കോസിൻ്റെ സുവിശേഷം പഠിക്കുകയാണ്. ഇത് നാം അതിൻ്റെ 1-ാമത്തെ പാഠത്തിലേക്ക് വരികയാണ്. പാഠത്തിൻ്റെ ഹെഡിങ് സുവിശേഷത്തിൻ്റെ ആരംഭം. 1-ാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് സുവിശേഷത്തിൻ്റെ ആരംഭം. മനപ്പാഠവാക്യം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അതിപ്രകാരം പറയുന്നു, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങളാണ് മനപ്പാഠവാക്യം. അവിടെ പറയുന്നത്, യോഹന്നാൻ സ്നാപകന് തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യം സുവിശേഷിച്ചു എന്നിവിടെ പറഞ്ഞു. യേശുവിൻ്റെ പ്രസംഗം ഇതായിരുന്നു, യേശുവിൻ്റെ ദൂത് ഇതായിരുന്നു. എന്താണ് കർത്താവ് പറഞ്ഞ ദൂത്? കാലം തികഞ്ഞു, കാലം തികയാറായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആയതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ
വിശ്വസിപ്പിൻ. ഈ ഒരു 3 മാസക്കാലം മർക്കോസിൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ ഈ സുവിശേഷം എഴുതിയത് ആരാണ്, എന്തിനാണ് ഈ സുവിശേഷം എഴുതിയത് ഒക്കെ നാം ഈ പാഠത്തിൽ പഠിക്കും. പ്രധാനമായും നാം മനസ്സിലാക്കുന്നത് മർക്കോസ് എന്ന യോഹന്നാനാണ്, യേശുവിൻ്റെ ശിഷ്യനല്ല, മറിച്ച് മർക്കോസ് എന്ന യോഹന്നാനാണ് ഈ സുവിശേഷം എഴുതിയത്. 4 സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷമാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം. നാം ഓരോ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ എല്ലാം അപ്പോസ്തലന്മാരുമായി ബന്ധമുള്ളതാണ് ഓരോ സുവിശേഷങ്ങളും. ഉദാഹരണമായി ലൂക്കോസിൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ അത് പൗലോസുമായി ബന്ധപ്പെടുന്നതാണ്. മറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ അത് പത്രോസുമായി ബന്ധമുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വാർട്ടർ മുഴുവൻ നാം മർക്കോസിൻ്റെ സുവിശേഷം പഠിക്കുന്നു. ഈ വലിയ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് പരാജയപ്പെട്ട സുവിശേഷ ഘോഷകൻ. പരാജയപ്പെട്ട സുവിശേഷ ഘോഷകൻ. ആമുഖത്തിൽ ഇവിടെ ചോദിക്കുന്നത്, ലേഖകൻ ചോദിക്കുകയാണ്, അപ്പോസ്തല പ്രവൃത്തികളിൽ മാർക്കിനെ എങ്ങനെ പരിചയപ്പെടുത്തിയിരിക്കുന്നു? അപ്പോസ്തല പ്രവൃത്തികളിൽ മാർക്കിനെ എങ്ങനെ പരിചയപ്പെടുത്തിയിരിക്കുന്നു? മർക്കോസ് എന്ന യോഹന്നാനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്? ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 12-ാം വാക്യത്തിലാണ് മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനെ കുറിച്ച് പറയുന്നത്. അവൻ്റെ അമ്മയുടെ പേര് പറയുന്നു മറിയ. ആ വീട്ടിലെ പ്രത്യേകത പറയുന്നു, അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവിടുത്തെ സന്ദർഭം പ്രത്യേകം ശ്രദ്ധിക്കുക. പത്രോസ് കാരാഗൃഹത്തിലായിരുന്നു. സഭ ഒരുമനപ്പെട്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ദൂതൻ ആ കാരാഗൃഹത്തിൽ നിന്ന് അവനെ വിടുവിച്ചു, അല്ലേ? അങ്ങനെ പത്രോസ് ഇവിടെ കടന്നു വരുമ്പോൾ സഭ ഒരുമിച്ച് പത്രോസിൻ്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. ഇവിടെ യോഹന്നാൻ്റെ അമ്മ മറിയയെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. മർക്കോസ് എന്ന യോഹന്നാൻ്റെ അമ്മ. മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് ആരാണ്? മർക്കോസ് എന്ന യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നു, വളരെ വിശ്വസ്തതയുള്ള ഒരു സഹോദരിയായിരുന്നു ഈ മറിയ. ആ ഭവനത്തിൽ തന്നെ ഭവന പ്രാർത്ഥനകൾ, സഭായോഗങ്ങൾ കൂടുന്ന പതിവ് മർക്കോസ് എന്ന യോഹന്നാൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭവനമായിരുന്നു ഈ മർക്കോസ് എന്ന യോഹന്നാൻ്റെ ഭവനം. തൻ്റെ അമ്മ വളരെ വിശ്വസ്തതയുള്ള ഒരു സഹോദരിയായിട്ട് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ വിവരിക്കുന്നു. ഇവിടെ നമ്മോട് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ മർക്കോസ് എന്ന യോഹന്നാനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്? ഇവിടെ പ്രത്യേകിച്ചും പറയുന്നത് ബർന്നബാസും ശൗലുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഇവിടെ ചോദിക്കുകയാണ്. മർക്കോസ് എന്ന യോഹന്നാന് ബർന്നബാസും ശൗലുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ആ ബന്ധത്തിൻ്റെ അനന്തര ഫലം എന്തായിരുന്നു എന്നിവിടെ ചോദിക്കുകയാണ്. മർക്കോസിന് ബർന്നബാസും ശൗലുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിൻ്റെ അനന്തര ഫലം എന്തായിരുന്നു? അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം എടുക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം എടുക്കുമ്പോൾ 1 മുതൽ 5 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ത്യോക്യയിലെ സഭയെക്കുറിച്ച് പറയുന്നു. നമുക്കറിയാം, ക്രിസ്ത്യാനികളെന്ന ആദ്യ പേര് വിളിക്കുന്ന ഒരു സഭയാണ് അന്ത്യോക്യയിലെ സഭ, അല്ലേ? അന്ത്യോക്യയിലെ സഭയെ നോക്കിയാണ് ഇവർ ക്രിസ്ത്യാനികൾ എന്ന് മറ്റുള്ളവർ വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ സഭയുടെ പ്രത്യേകത പറയുന്നു, അനേക ഉപദേഷ്ടാക്കന്മാരും പ്രവാചകന്മാരും ഉള്ള ഒരു സഭയായിരുന്നു അന്ത്യോക്യയിലെ സഭ. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും അവർ പ്രാർത്ഥിച്ചു. ബർന്നബാസും ശൗലും ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് അവിടെ വിളിക്കുന്നു. അങ്ങനെ അവർ അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞ് അയക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു. ഇവിടെ ബർന്നബാസും ശൗലിൻ്റെയും കൂടെ ഒരു സഹഭൃത്യനായിട്ടാണ് മർക്കോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ താഴെ പറയുന്നു, യോഹന്നാൻ അവർക്ക് സഹഭൃത്യനായിട്ടുണ്ടായിരുന്നു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു, സഹഭൃത്യനായിട്ട്, അല്ലെങ്കിൽ ഒരു ദാസനായിട്ട്, കൂട്ടുവേലക്കാരനായിട്ട്, ഒരു സുവിശേഷ ഘോഷകനായിട്ട് മർക്കോസ് എന്ന യോഹന്നാനും ആരോടൊപ്പം ഉണ്ടായിരുന്നു? ബർന്നബാസിൻ്റെ കൂടെയും ശൗലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഒരു വലിയ പ്രായമൊന്നും ഉള്ള വ്യക്തിയായിരുന്നില്ല, ഒരു ചെറുപ്പക്കാരനായിരുന്നു.
ആ ചെറുപ്പക്കാരനായ മർക്കോസ് എന്ന യോഹന്നാൻ ആരോടൊപ്പം വേല ചെയ്തു ദൈവവേല? ബർന്നബാസിനോടും ശൗലിനോടൊപ്പം ദൈവവേല ചെയ്തു എന്നിവിടെ തെളിവുകളായിട്ട് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ പറയുന്നു. പക്ഷെ എന്താണ് അതിൻ്റെ അനന്തരഫലം? അനന്തരഫലം എന്ന് പറയുന്നത് ഇവിടെ മർക്കോസ് എന്ന യോഹന്നാൻ ഇടയ്ക്ക് വെച്ച് സുവിശേഷ ഘോഷണത്തിൽ നിന്ന് പിന്മാറി യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി എന്നിവിടെ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 13-ാം വാക്യം, പൗലോസും കൂടെയുള്ളവരും പംഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ട് പിരിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറയുന്നു. അപ്പോൾ പംഫുല്യ ദേശത്ത് വെച്ച് സുവിശേഷ ഘോഷകനായ മർക്കോസ് എന്ന യോഹന്നാൻ എന്ത് ചെയ്തു? അതിൽ നിന്ന് പിന്തിരിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ ഹെഡിങ് പരാജയപ്പെട്ട സുവിശേഷ ഘോഷകൻ. പരാജയപ്പെട്ട സുവിശേഷ ഘോഷകൻ. ഇവിടെ തൻ്റെ ആരംഭകാലത്ത് തൻ്റെ അമ്മയെപ്പോലെ വിശ്വസ്തത ഉള്ളവനായി ആരോടൊപ്പം വേല ചെയ്തു? ബർന്നബാസിൻ്റെ കൂടെയും ശൗലിൻ്റെ കൂടെയും ദൈവദാസനായി വേല ചെയ്തു, അല്ലെങ്കിൽ സഹഭൃത്യനായിട്ട് വേല ചെയ്തു. പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം എവിടേക്ക് മടങ്ങിപ്പോയി? യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് അവിടെ പറയുന്നത്. പ്രധാനമായും പറയുന്നത് ദുർഘടവും വെല്ലുവിളികളും നിറഞ്ഞതായ ആ മിഷണറി പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലാതെയായിപ്പോയി എന്നിവിടെ പറയുന്നു. കാരണം മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് ദുർഘടവും വെല്ലുവിളികളും നിറഞ്ഞതാണ്. കൂടാതെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവൻ പൂർണ്ണ ഹൃദയത്തോടെ വേല ചെയ്യണം. കർത്താവിൻ്റെ വേലയിലേക്ക് വരുന്ന വ്യക്തി പൂർണ്ണ ഹൃദയത്തോടെ വേല ചെയ്യണം, എങ്കിൽ മാത്രമേ അതിൽ നിൽക്കുവാൻ കഴിയൂ. അപ്പോൾ ആ ഒരു പൂർണ്ണത മർക്കോസ് എന്ന യോഹന്നാന് എവിടെയോ നഷ്ടപ്പെട്ടു പോയതായിട്ട് ഇവിടെ പറയുന്നു. എലൻ ജി വൈറ്റ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, എലൻ ജി വൈറ്റ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്പസമയത്തേക്ക് ഭയവും നിരാശയും ജീവിതത്തിൽ കടന്നു വന്നു. അല്പസമയത്തേക്ക് ഭയവും നിരാശയും കടന്നു വന്നു. ഈ ദുർഘട സമയത്ത്, വെല്ലുവിളികൾ നിറഞ്ഞ സമയത്ത് അവൻ്റെ ജീവിതത്തിൽ ഭയവും നിരാശയും കടന്നു വന്നപ്പോൾ അവൻ സുവിശേഷ ഘോഷണത്തിൽ പരാജയപ്പെട്ടവനായി മാറി. അല്ലേ? പരാജയപ്പെട്ടിട്ട് അവൻ എങ്ങോട്ട് മടങ്ങിപ്പോയി? യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ഇത് പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നേർക്കാഴ്ചയാണിത്, അല്ലേ? എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു അനുഭവം, പിന്മാറ്റ അനുഭവം, പരാജയപ്പെടുന്ന അനുഭവം, സുവിശേഷത്തിൽ പരാജയപ്പെടുന്ന അനുഭവം, പിന്മാറ്റ ജീവിതമൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ പൊതുവെ ഉള്ളൊരു കാര്യമാണ്. അത് തന്നെയാണ് ആർക്കും സംഭവിച്ചത്? മർക്കോസ് എന്ന യോഹന്നാന് സംഭവിച്ചത്. ഞായറാഴ്ചത്തെ പാഠത്തിൽ പരാജയപ്പെട്ടു പോയതായ മർക്കോസ് എന്ന യോഹന്നാൻ എന്ന സുവിശേഷകനെ കുറിച്ചാണ് ഞായറാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് ഒരു രണ്ടാം അവസരം. ഒരു രണ്ടാം അവസരം. ഞായറാഴ്ച നമ്മൾ എന്താ പഠിച്ചത്? സുവിശേഷ വേലയിൽ പരാജയപ്പെട്ടതായ മർക്കോസ് എന്ന യോഹന്നാൻ ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ ദുർഘടങ്ങൾ, വെല്ലുവിളികളൊക്കെ ജീവിതത്തിൽ വന്നപ്പോൾ അദ്ദേഹം മിഷണറി വേലയിൽ നിന്ന് പിന്തിരിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. പക്ഷേ തിങ്കളാഴ്ചത്തെ ഭാഗത്തെത്തുമ്പോൾ ഈ മർക്കോസ് എന്ന യോഹന്നാന് ദൈവം വീണ്ടും ഒരു രണ്ടാം അവസരം നൽകി. തിങ്കളാഴ്ചത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ഈ മർക്കോസ് എന്ന യോഹന്നാന്, പിന്തിരിഞ്ഞു പോയതായ മർക്കോസ് എന്ന യോഹന്നാന് ദൈവം വീണ്ടും ഒരു രണ്ടാം അവസരം നൽകി. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മോട് ചോദിക്കുന്നത്, പൗലോസ് മർക്കോസ് എന്ന യോഹന്നാനെ തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ടാണ്? പൗലോസ് മർക്കോസ് എന്ന യോഹന്നാനെ, ജോൺ മാർക്ക് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ട്? ബർന്നബാസ് എന്തുകൊണ്ട് അവന് രണ്ടാമതൊരു അവസരം നൽകി? ബർന്നബാസ്, സുവിശേഷ വേലയിൽ തൽപരനായി നിൽക്കുന്ന ബർന്നബാസ് എന്തുകൊണ്ടാണ് മർക്കോസ് എന്ന യോഹന്നാന് രണ്ടാം അവസരം നൽകിയത്? ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. പൗലോസോ
പംഫുലിയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ സീലാസിനെ തിരഞ്ഞെടുത്ത് സഹോദരന്മാരാൽ കർത്താവിൻ്റെ കൃപയിൽ ഫലമേൽപ്പിക്കപ്പെട്ട് യാത്ര പുറപ്പെട്ടു എന്നിവിടെ പറയുന്നു. ഈ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു വലിയൊരു ഉഗ്രവാദം ഉണ്ടായി, ഒരു വലിയ വഴക്കുണ്ടായി. ആരൊക്കെ തമ്മില? പൗലോസും ബർന്നബാസും. പൗലോസും ബർന്നബാസും എന്തിനാ വഴക്ക് കൂടിയത്? ആരെ ചൊല്ലിയ? മർക്കോസ് എന്ന യോഹന്നാനെ ചൊല്ലി. പൗലോസ് മർക്കോസ് എന്ന യോഹന്നാനെ തള്ളിക്കളഞ്ഞു. കാരണം അവൻ നേരത്തെ പംഫുല്യയിൽ വെച്ച് പ്രവർത്തിക്ക് വരാതെ, സുവിശേഷ വേലയുടെ പ്രവർത്തിക്ക് വരാതെ അവൻ എവിടേക്ക് മടങ്ങിപ്പോയി? യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ പ്രവർത്തിക്ക് വരാതെ പോയവൻ ഇനി സുവിശേഷ വേലയ്ക്ക് യോഗ്യനല്ല എന്ന് പൗലോസ് തീരുമാനിച്ചു. പക്ഷേ ബർന്നബാസ്, അദ്ദേഹത്തിൻ്റെ ചിന്ത യവനൊരു രണ്ടാം അവസരം നൽകണം. യവനിപ്പോൾ ചെറുപ്പക്കാരനാണ്, ശുഷ്കാന്തിയുള്ളവനാണ്, ദൈവവേലയിൽ അവൻ പ്രയോജനമുള്ളവനായി മാറും. അതുകൊണ്ട് ബർന്നബാസ് വളരെയധികം യവനെ വീണ്ടും സുവിശേഷ വേലയിൽ ചേർക്കുവാൻ വളരെയധികം ആഗ്രഹിച്ചു എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ വലിയ വഴക്കുണ്ടായി. അവസാനം ബർന്നബാസ് മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് സുവിശേഷ വേലയിൽ പോയി, മറിച്ച് പൗലോസ് സീലാസിനെയും കൂട്ടി സുവിശേഷ വേലയിൽ പോയി. പലപ്പോഴും നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടായിരിക്കും പൗലോസ് മർക്കോസ് എന്ന യോഹന്നാനെ തള്ളിക്കളഞ്ഞത്? എന്തിനായിരിക്കും പൗലോസ് മർക്കോസ് എന്ന യോഹന്നാനെ തള്ളിക്കളഞ്ഞത്? 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസിൻ്റെ ദൈവവേലയോടുള്ള ശുഷ്കാന്തി അവിടെ പറയുന്നു. പൗലോസിൻ്റെ ദൈവവേലയോടുള്ള ശുഷ്കാന്തി. അദ്ദേഹം പറയുന്നു, ഞാൻ അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, യഹൂദന്മാരാൽ ഞാൻ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, പലപ്പോഴും യാത്ര ചെയ്തു. യാത്ര ചെയ്ത സമയത്ത് നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പലപ്പോഴും അധ്വാനം, പ്രയാസം, പട്ടിണി, ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത, ഇതൊക്കെ ഞാൻ അനുഭവിച്ചു. ഇത് കൂടാതെ സർവ്വസഭകളെയും കുറിച്ചുള്ള ഒരു വലിയ ചിന്താഭാരം എന്നെ എപ്പോഴും തിരക്കിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ എന്നെ എപ്പോഴും ഒരു വളരെ തിരക്കുള്ളവനാക്കി എന്നെ മാറ്റി എന്നിവിടെ പറയുന്നു. അപ്പോൾ അത്രമാത്രം ശുഷ്കാന്തിയുള്ള ഒരു ദൈവവേലക്കാരനായിരുന്നു പൗലോസ്. അതുകൊണ്ട് പ്രവർത്തിക്ക് വരാതെ കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം പിന്തിരിഞ്ഞു പോയവൻ അവൻ സുവിശേഷ വേലയിൽ മിഷണറി പ്രവർത്തനത്തിന് യോഗ്യനല്ല എന്ന് പൗലോസ് ചിന്തിച്ചു. പക്ഷേ ബർന്നബാസ്, ഇവൻ ചെറുപ്പക്കാരനാണ്, ഇവൻ ഇനിയും വേല ചെയ്യുവാൻ സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ബർന്നബാസ് മർക്കോസിനെ ചേർത്തു എന്നിവിടെ പറയുന്നു, അല്ലേ? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തിയിൽ 13-ാം അധ്യായം കഴിഞ്ഞാൽ മർക്കോസ് എന്ന യോഹന്നാനെ നമുക്ക് പിന്നെ കാണാൻ കഴിയില്ല, അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാൻ കഴിയില്ല. പക്ഷേ വേറെ പല പുസ്തകങ്ങളിലും നമുക്ക് മർക്കോസ് എന്ന യോഹന്നാനെ വീണ്ടും കാണാൻ കഴിയും. ഇവിടെ മർക്കോസ് എന്ന യോഹന്നാനെ വീണ്ടും ഒരു അവസരം നൽകുകയാണ്. പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? ഒരു രണ്ടാം അവസരം. അപ്പോൾ ഒരു രണ്ടാം അവസരം വീണ്ടും മർക്കോസ് എന്ന യോഹന്നാന് നൽകിയപ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് പറയുകയാണ്. ഒരു രണ്ടാം അവസരം മർക്കോസ് എന്ന യോഹന്നാന് നൽകിയപ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം കൊലോസ്യ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം, കൊലോസ്യർ 4:10, എൻ്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർന്നബാസിൻ്റെ മച്ചനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവീൻ. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് തന്നെ പറയുകയാണ്, അവൻ വരികയാണെങ്കിൽ, മർക്കോസ് എന്ന യോഹന്നാൻ വരികയാണെങ്കിൽ, നിങ്ങളുടെ അടുക്കൽ വരികയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? കൈക്കൊള്ളണം. ഇപ്പോൾ പൗലോസിന് പോലും ഒരു മനമാറ്റം ഉണ്ടായി. പൗലോസിന് പോലും പിന്നീട് മനമാറ്റം ഉണ്ടായി. അവൻ്റെ വേല കണ്ടപ്പോൾ, സുവിശേഷ വേലയിൽ അവൻ്റെ പിന്നീടുള്ള രണ്ടാം അവസരം ദൈവം നൽകിയപ്പോൾ, അവൻ്റെ ശുഷ്കാന്തി കണ്ടപ്പോൾ പൗലോസ് പോലും പറയുകയാണ്, അവനെ എന്ത് ചെയ്യണം? അവനെ കൈക്കൊള്ളുവീൻ. 2 തീമോത്തിയോസ് 4:11, ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുകയാണ്. തീമോത്തിയോസിനോട് പറയുകയാണ്, എൻ്റെ സ്നേഹിതനായ തീമോത്തിയോസെ,
മർക്കോസ് എന്ന യോഹന്നാൻ ഇപ്പോൾ സുവിശേഷ വേലയിൽ ഉപയോഗമുള്ളവനാണ്. അതുകൊണ്ട് അവനെയും കൂടെ എന്ത് ചെയ്യുക? കൂട്ടിക്കൊണ്ടുവരിക. 1 പത്രോസ് 5:13, 1 പത്രോസ് 5:13 അവിടെ പറയുന്നു, നിങ്ങളുടെ സഹവൃതയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. പത്രോസ് പറയുകയാണ്, അവനെൻ്റെ മകനാണ്, സുവിശേഷ വേലയിൽ അവൻ്റെ മകനാണ്, ആത്മീയ മകനാണ്. ആ ആത്മീയ മകനായ മർക്കോസ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? വന്ദനം ചൊല്ലുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മർക്കോസ് എന്ന യോഹന്നാന് ബർണബാസിലൂടെ രണ്ടാം അവസരം ദൈവം അവന് നൽകിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു വിസ്മയകരമായ, ലേഖകൻ പറയുന്നു, ഒരു വിസ്മയകരമായ ഒരു രൂപാന്തരം ഉണ്ടായി. പരിശുദ്ധാത്മാവ് അവൻ്റെ ജീവിതത്തിൽ ക്രിയ ചെയ്തു, അല്ലേ? അവൻ്റെ വിശ്വാസം വർദ്ധിച്ചു. അവൻ വളരെ ധൈര്യത്തോടുകൂടി പൗലോസിനോടും പത്രോസിനോടും ബർണബാസിനോടും അരിസ്തർഹോസിനോടും ഒക്കെ സുവിശേഷ വേല ചെയ്തു എന്ന് ഇവിടെ പറയുന്നു. പലപ്പോഴും രണ്ടാം അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ അതെത്രമാത്രം പ്രയോജനപ്പെടുത്തണമെന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ മർക്കോസ് എന്ന യോഹന്നാൻ്റെ രണ്ടാം അവസരം ലഭിച്ചപ്പോൾ അവൻ ദൈവവേലയിൽ കാണിച്ച ഈ ശുഷ്കാന്തി പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ളൊരു അവസരങ്ങളിൽ ദൈവം നമുക്ക് ദാനമായി നൽകുമ്പോൾ, സ്നാനപ്പെട്ട് സഭയോട് ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന ശുഷ്കാന്തി അല്ലെങ്കിൽ താല്പര്യം ഒക്കെ ആയിരിക്കണമെന്നല്ല പിന്നീട് സംഭവിക്കുക, അല്ലേ? പലപ്പോഴും പലരും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒരു രണ്ടാം അവസരം നൽകുമ്പോൾ നാം എത്രമാത്രം ശുഷ്കാന്തിയോടുകൂടി ദൈവവേല മർക്കോസ് എന്ന യോഹന്നാനെ പോലെ ചെയ്യണമെന്ന് തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് ദൂതുവാഹകൻ. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് ദൂതുവാഹകൻ. ഇവിടെ ആരംഭത്തിൽ ചോദിക്കുന്നത്, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണപ്പെടുന്ന വ്യക്തികൾ അവരൊക്കെയാണ്, അവർ പറയുന്നതും ചെയ്യുന്നതും എന്താണ്? അവിടെ കാണപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയാണ്, അവർ പറയുന്നതും ചെയ്യുന്നതും എന്താണ് എന്നിവിടെ ചോദിക്കുന്നു. അല്ലെ, ആരംഭവാക്യം വായിക്കുമ്പോൾ 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം പറയുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭമെന്നാണ് തുടക്കത്തിൽ പറയുന്നത്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴി ഒരുക്കും. കർത്താവിൻ്റെ വഴി ഒരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവരുടെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ അടുക്കൽ യഹൂദ ദേശമൊക്കെയും യെരുശലേമിലെല്ലാം വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം കഴിഞ്ഞു എന്നിവിടെ പറയുന്നു. അവിടെ 3 വ്യക്തികളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട 3 വ്യക്തികൾ? ലേഖകൻ പറയുന്നത് 1 ദൈവം, 2 കർത്താവ് യേശുക്രിസ്തു, 3 യോഹന്നാൻ സ്നാപകൻ. ഇവിടെ 3 പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. 1 ദൈവത്തിൻ്റെ അരുളപ്പാട്, 2 തൻ്റെ പുത്രനായ യേശുക്രിസ്തു, 3 യോഹന്നാൻ സ്നാപകൻ. ഇവിടെ യോഹന്നാൻ സ്നാപകനെ ചൊവ്വാഴ്ചത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? ദൂതുവാഹകൻ, അല്ലേ? ചൊവ്വാഴ്ചത്തെ പാഠത്തിൻ്റെ ഹെഡിങ് ദൂതുവാഹകൻ. ഇവിടെ യോഹന്നാൻ സ്നാപകനെ ആരായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, പ്രതിനിധീകരിക്കുന്നു? ദൂതുവാഹകനായിട്ട് പ്രതിനിധീകരിക്കുന്നു. ഇവിടെ നാം ഓരോ വചനങ്ങൾ വായിക്കുമ്പോൾ, താഴെ വായിക്കുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 23:20, യെശയ്യാവ് 40:3, മലാക്കി 3:1, ഇതെല്ലാം വായിക്കുമ്പോഴെല്ലാം പൊതുവിൽ കാണുന്നൊരു ചിത്രം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം ഒരു ദൂതൻ മുമ്പേ നടക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ നിൻ്റെ മുമ്പിൽ അയക്കുന്നു. അവിടെ ഇസ്രായേൽ ജനം കനാനിലേക്കുള്ള യാത്രയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനം കനാനിലേക്കുള്ള യാത്രയിൽ, ആ യാത്രയുടെ മുന്നിൽ ദൈവം ആരെ അയക്കുന്നു? ഒരു ദൂതനെ അയക്കുന്നു. വീണ്ടും യെശയ്യാവിൻ്റെ പ്രവചനം 40:3 കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് പെരുവഴി നിരപ്പാക്കുവീൻ. അവിടെ ഒരു ദൂതനെ അയക്കുകയാണ്, അല്ലേ? ഇവിടെ പറയുന്നതാണ് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. അവിടെ ഒരു ദൂതനെ അവിടെ സൂചിപ്പിക്കുന്നു. മലാക്കിയുടെ പ്രവചനം 3:1 എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. അപ്പോൾ ഓരോ ദൂതനും ഒരു യാത്രയാണ്, അല്ലേ? ഓരോ ദൂതനും ഒരു പ്രവൃത്തിയുണ്ട്. അവരൊരു യാത്രയ്ക്ക് പോവുകയാണ്. ഒരു യാത്രയെ പറ്റിയാണ് പറയുന്നത്. പുറപ്പാടിൽ പറയുന്നത് കനാനിലേക്കുള്ള യാത്ര, അല്ലേ?
ഇവിടെ യെശയ്യാവിൽ പറയുന്നത് വഴി ഒരുക്കുവിൻ, യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്, അല്ലേ? മലാക്കി പ്രവചനത്തിലും അവിടെ ഒരു ദൂതനെ സൂചിപ്പിക്കുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ യേശുവും സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ഒരു യാത്രയിലേക്കാണ് പോകുന്നത്, അല്ലേ? യേശുവും സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ യേശുവും പോകുന്നത് ഒരു യാത്രയിലേക്കാണ്. എവിടേക്കുള്ള യാത്ര? ക്രൂശിലേക്കുള്ള യാത്ര, അല്ലേ? യേശുവിൻ്റെ യാത്ര എങ്ങോട്ടാണ്? ക്രൂശിലേക്കുള്ള യാത്ര. ആ ക്രൂശ് എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെയും മരണത്തിൻ്റെയും യാത്രയാണ്. പലപ്പോഴും ആ ക്രൂശിലേക്കുള്ള യാത്ര എത്തുന്നതിന് മുമ്പ് പല സംഭവങ്ങൾ അവിടെ നടക്കുന്നു, അല്ലേ? ക്രൂശിലേക്കുള്ള യാത്ര എത്തുന്നതിന് മുമ്പ് പല സംഭവങ്ങൾ അവിടെ നടക്കുന്നു, അല്ലേ? യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന പോലെ മാനസാന്തര പ്രസംഗം നടക്കുന്നു, അല്ലേ? അനേകരെ ദൈവത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു ആഹ്വാനം നൽകുന്നു. അതെല്ലാം ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികളാണ്, അല്ലേ? യേശു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, അല്ലേ? യോഹന്നാൻ വിളിച്ചു പറഞ്ഞതും കർത്താവായ യേശുക്രിസ്തു വിളിച്ചു പറയുന്നതും ഒരേ ദൂത് തന്നെയാണ്, അല്ലേ? ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് യോഹന്നാൻ സ്നാപകൻ കർത്താവിന് വേണ്ടി വഴി ഒരുക്കുന്ന ഒരു ദൂത് വാഹകനായിട്ട് ഇവിടെ നമ്മെ വിളിച്ചറിയിക്കുന്നു. യോഹന്നാൻ തന്നെ പറയുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അത്രമാത്രം ക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് ലോകയുടെ മുമ്പാകെ സാക്ഷീകരിക്കുന്ന ഒരു അനുഭവമാണ് ദൂതുവാഹകനായ യോഹന്നാൻ സ്നാപകൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ദൂതുവാഹകന് വലിയൊരു ദൗത്യമുണ്ട്. വഴി ഒരുക്കുക, പാത നിരപ്പാക്കുക, പെരുവഴി നിരപ്പാക്കുക, ഇതൊക്കെയാണ് ദൂതുവാഹകർ ചെയ്യുന്ന ജോലി. ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് യോഹന്നാൻ സ്നാപകൻ കർത്താവിന് വേണ്ടി വഴി ഒരുക്കിയ ദൂതുവാഹകനായിട്ട് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് യേശുവിൻ്റെ സ്നാനം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് യേശുവിൻ്റെ സ്നാനം. ഇവിടെ നമ്മോട് ചോദിക്കുന്നത് യേശുവിൻ്റെ സ്നാന സമയത്ത് ആര് സന്നിഹിതരായിരുന്നു, എന്ത് സംഭവിച്ചു? യേശുവിൻ്റെ സ്നാന സമയത്ത് ആര് സന്നിഹിതരായിരുന്നു, എന്ത് സംഭവിച്ചു? മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 13 വരെ. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 13 വരെ. ആ കാലത്ത് യേശു ഗലീലയിലെ നസറേത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ നമുക്കെല്ലാവർക്കും അറിയാം, ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു എന്നിവിടെ പറയുന്നു. ഇവിടെ യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ചാണ് ബുധനാഴ്ചത്തെ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ യേശുവിനെ യോർദാനിൽ സ്നാനം കഴിപ്പിച്ചു. എന്താണ് പ്രത്യേകത? വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവൻ്റെ മേൽ വരുന്നതും സ്വർഗത്തിൽ നിന്നൊരു അശരീരി കേൾക്കുകയും ചെയ്തു. എന്താണ് സ്വർഗത്തിലെ അശരീരി? നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പ്രസാദിച്ചിരിക്കുന്നു. ഈ വലിയ ഒരു അശരീരിയുടെ പ്രാധാന്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അശരീരിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്നാന സമയത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഒരു വലിയൊരു സാന്നിധ്യം ഈ സ്നാന സമയത്തുണ്ടായിരുന്നു എന്നിവിടെ പറയുന്നു. അതെന്തിനെ സൂചിപ്പിക്കുന്നു? യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭമാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ സ്നാനം സ്വീകരിച്ച സമയത്ത് ആരെല്ലാം സന്നിഹിതരായിരുന്നു? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ 3 പേരുടെയും സാന്നിധ്യം ഈ സ്നാന സമയത്തുള്ളത് കൊണ്ട് തൻ്റെ ശുശ്രൂഷ വളരെ ധൈര്യത്തോടുകൂടി യേശുവിനത് ചെയ്യുവാൻ കഴിഞ്ഞു. ഇനി സ്നാനം സ്വീകരിച്ചതിന് ശേഷം യേശു എങ്ങോട്ടാണ് പോയത്? യേശു മരുഭൂമിയിലേക്ക് പോയി, അല്ലേ? മരുഭൂമിയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നിർബന്ധിച്ചു എന്നാണ് പറയുന്നത്. വചനം പറയുന്നത് ആത്മാവ് അവനെ എന്ത് ചെയ്തു? മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. ഏതാത്മാവ്? പരിശുദ്ധാത്മാവ്. യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നതായ പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. എത്ര ദിവസം? 40 ദിവസം. 40 ദിവസം മരുഭൂമിയിൽ ആരോടൊപ്പം കഴിഞ്ഞു? കാട്ടുമൃഗങ്ങളോടൊപ്പം കഴിഞ്ഞു. ആരവനെ സംരക്ഷിച്ചു? ദൂതന്മാർ അവനെ സംരക്ഷിച്ചു എന്നിവിടെ പറയുന്നു. ഇവിടെ
പരിശുദ്ധാത്മാവ് ഇവിടെ യേശുവിനെ നിർബന്ധിക്കുകയും അങ്ങനെ മരുഭൂമിയിലേക്ക് പോവുകയും ചെയ്തു. അവിടുത്തെ പ്രത്യേകതകൾ പറയുന്നത് 40 ദിവസത്തെ വലിയ പരീക്ഷകളിലൂടെ കർത്താവ് കടന്നുപോയി. ഉപവാസത്തിലായിരുന്നു കർത്താവ്, അല്ലേ? കാട്ടുമൃഗങ്ങളോടൊപ്പം ഉറങ്ങി, വന്യമൃഗത്തോടൊപ്പം ഉറങ്ങി, ഏകാന്തത അനുഭവിച്ചു. ആരുമില്ലാത്ത ഒരു അനുഭവം. നിർജ്ജന പ്രദേശമാണ് മരുഭൂമി. ആ ഒരു അനുഭവത്തിലൂടെ, ഒറ്റപ്പെട്ട അനുഭവത്തിലൂടെ കർത്താവ് സ്നാനം സ്വീകരിച്ചതിന് ശേഷം കടന്നുപോയി. അത് വലിയൊരു ഒരുക്കമായിരുന്നു. ആത്മീയ വേലയുടെ ഒരു വലിയ തയ്യാറെടുപ്പായിരുന്നു മരുഭൂമിയുടെ വാസം എന്നിവിടെ പറയുന്നു, അല്ലേ? ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് യേശുവിൻ്റെ ദിവ്യത്വവും മനുഷ്യത്വവുമായിട്ടുള്ള ഒരു വലിയ പ്രത്യേകത മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നു. 2 ഡ്യുവൽ റോൾ. ദൈവമായിരിക്കുന്നു, മനുഷ്യനായിരിക്കുന്നു. 2 ഡ്യുവൽ റോള് മർക്കോസിൻ്റെ സുവിശേഷം വ്യക്തമായി ഇവിടെ പറഞ്ഞു തരികയാണ്. ഒന്ന് ദിവ്യത്വത്തെ സൂചിപ്പിക്കുന്നു, യേശുവിൻ്റെ ദിവ്യത്വത്തെ സൂചിപ്പിക്കുന്നു, കൂടാതെ യേശുവിൻ്റെ മനുഷ്യത്വത്തെയും സൂചിപ്പിക്കുന്നു. ഇവിടെ ദിവ്യത്വത്തെക്കുറിച്ച് പറയുന്നത് ഇവിടെ മനസ്സിലാക്കി തരുന്നത് യേശു ക്രിസ്തു മശിഹിയാണ്. അത് ദിവ്യത്വത്തെ സൂചിപ്പിക്കുന്നു. വീണ്ടും ഒരു ദൂതൻ അറിയിച്ച കർത്താവാണ് യേശു, അല്ലേ? ഒരു ദൂതൻ എന്താ പറഞ്ഞത്? യവൻ എൻ്റെ പ്രിയപുത്രൻ, യവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് ദിവ്യത്വത്തെ സൂചിപ്പിക്കുകയാണ്. വീണ്ടും യോഹന്നാനേക്കാളും ബലമേറിയവൻ, അല്ലേ? യോഹന്നാൻ പറയുകയുണ്ടായി, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ യോഹന്നാനേക്കാൾ ബലമേറിയവൻ, കൂടാതെ ആത്മാവ് ഇറങ്ങി വന്ന പ്രിയപുത്രൻ, ഇതെല്ലാം യേശുവിൻ്റെ ദിവ്യത്വത്തെ സൂചിപ്പിക്കുന്നു. ഇനി എന്താണ് യേശുവിൻ്റെ മനുഷ്യത്വം? യേശുവിൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്നത് യേശു യോഹന്നാനാൽ സ്നാനമേറ്റു. അത് മനുഷ്യത്വത്തെ സൂചിപ്പിക്കുകയാണ്, അല്ലേ? യേശു യോഹന്നാനാൽ സ്നാനം സ്വീകരിച്ചു. ആത്മാവിനാൽ അവനെ നിർബന്ധിച്ചു. എങ്ങോട്ട് പോകുവാൻ? മരുഭൂമിയിലേക്ക് പോകുവാൻ. അത് മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു. സാത്താനാൽ അവൻ പരീക്ഷിക്കപ്പെട്ടു. അത് മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു. വന്യമൃഗങ്ങളോടൊപ്പം അവൻ ചെലവഴിച്ചു. അത് മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു. ദൂതന്മാരാൽ ആ മരുഭൂമിയിൽ അവനെ സംരക്ഷിച്ചു. അത് മനുഷ്യത്വത്തെ സൂചിപ്പിക്കും. ഇതെല്ലാം വൈരുദ്ധ്യങ്ങളായിട്ട് നമുക്ക് തോന്നാം, അല്ലേ? ദിവ്യത്വവും മനുഷ്യത്വവും ഒരു വ്യക്തിയിൽ തന്നെ കാണുന്നത് പലപ്പോഴും നമുക്ക് വൈരുദ്ധ്യമായി തോന്നാം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും ദൈവവുമായ കർത്താവ് യേശു ക്രിസ്തു മനുഷ്യനായും നമ്മുടെ സഹോദരനായും അതേസമയം ദൈവവുമായി അവിടെ ഡ്യുവൽ റോളായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതൊരു വലിയൊരു മർമ്മത്തെയാണ് ഇവിടെ നമ്മെ സൂചിപ്പിക്കുന്നത്, അല്ലേ? യേശുവിൻ്റെ സ്നാനം നമുക്കൊരു മാതൃകയാണ്. യേശുവിൻ്റെ സ്നാനം നമുക്കൊരു മാതൃകയാണ്. അവന് യോഹന്നാനാൽ എന്ത് ചെയ്തു? സ്നാനം സ്വീകരിച്ചു. മുഴുകൽ സ്നാനം, മുങ്ങി സ്നാനം. സ്നാനം എന്ന് പറയുമ്പോൾ കുളിയാണ്. ആ മുങ്ങി സ്നാനം. സ്നാനത്തിൻ്റെ വലിയ അർത്ഥങ്ങളുണ്ട്. റോമർക്ക് ലേഖനത്തിൽ സ്നാനത്തിൻ്റെ അർത്ഥം പറയുന്നു. റോമർ 6-ാം അധ്യായത്തിൽ 3-ാം വാക്യം പറയുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടി നാം കുഴിച്ചിടപ്പെട്ടു. നമ്മുടെ പാപത്തെ എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ കുഴിച്ചിടപ്പെട്ടതിന് ശേഷം ഒരു പുതിയ ദേഹിയായിട്ടാണ് നാം വെള്ളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്, അല്ലേ? പാപത്തെ വെള്ളത്തിൽ കുഴിച്ചിട്ടിട്ട് അവൻ ഒരു പുതിയ ദേഹിയായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. അത് മരണത്തെയാണ് നമ്മൾ കുഴിച്ചിടുന്നത്, അല്ലേ? ഒരു പുതിയ ദേഹിയായിട്ട് നാം ഉയർത്തെഴുന്നേൽക്കുന്നു. അത് സ്നാനത്തിൻ്റെ അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. വീണ്ടും യേശു പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 3:5, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. യോഹന്നാൻ്റെ സ്നാനം മാനസാന്തര സ്നാനമായിരുന്നു. യേശുവിൻ്റെ സ്നാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമായിരുന്നു. അപ്പോൾ ഇവിടെ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ നമുക്ക് ആർക്കും കഴിയില്ല. ഇതെല്ലാം സ്നാനത്തിൻ്റെതായ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. അവിടെ യേശുവിൻ്റെ സ്നാനം സ്വർഗം സ്വീകരിക്കുകയും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷ ആ സ്നാനത്തിലൂടെ ആരംഭിച്ചതായിട്ട് ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് യേശു പറഞ്ഞതിനനുസരിച്ചുള്ള സുവിശേഷം. യേശു പറഞ്ഞതിനനുസരിച്ചുള്ള സുവിശേഷം. ലേഖകൻ ആമുഖത്തിൽ ചോദിക്കുന്നത് യേശു ഘോഷിച്ച സുവിശേഷ ദൂതിൻ്റെ 3 ഭാഗങ്ങൾ എന്തൊക്കെയാണ്? യേശു ഘോഷിച്ച സുവിശേഷ ദൂതിൻ്റെ 3 ഭാഗങ്ങൾ എന്തൊക്കെയാണ്? മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങളാണ് നാം ഇവിടെ വായിക്കുന്നത്. നമ്മുടെ മനപ്പാഠ വാക്യം നമ്മൾ വായിച്ചതാണ്, അല്ലേ?
എന്താണ് മനപ്പാഠവാക്യം നമ്മൾ വായിച്ചത്? എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്ത് ചെയ്തു? പ്രസംഗിച്ചു. എന്താണ് യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ വിഷയം? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഇതാണ് കർത്താവ് പറഞ്ഞ ദൂത്, അല്ലേ? അപ്പോൾ ഈ ദൂത് വ്യക്തമായി 3 കാര്യങ്ങളാണ് നമ്മോട് സൂചിപ്പിക്കുന്നത്, അല്ലേ? നമ്മുടെ ശാബത്ത് സ്കൂൾ പാഠത്തിൽ എൻ്റെ പ്രവചനത്തെക്കുറിച്ചും അതിൻ്റെ ഉടമ്പടി വാഗ്ദത്തത്തെക്കുറിച്ചും ശിഷ്യത്വത്തിലേക്കുള്ള വിളിയെക്കുറിച്ചെല്ലാം പറയുന്നു, അല്ലേ? ഒരു പ്രവചനമാണ്. കാലം തികഞ്ഞു, അല്ലേ? കാലം തികഞ്ഞു, അത് പ്രവചനമാണ്. ദാനിയേലിൻ്റെ പ്രവചനത്തിൽ പറയുന്ന 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനമാണ് അവിടെ നിറവേറുന്നത്. കാലം തികഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം അവിടെ പറയുകയാണ്. ദാനിയേൽ 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം, 490 വർഷത്തിൻ്റെ പ്രവചനം അവിടെ പറയുകയാണ്. കാലം തികഞ്ഞു. വീണ്ടും പറയുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇനി വിളിക്കുകയാണ്, ശിഷ്യത്വത്തിലേക്ക് വിളിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ ആരംഭമാണത്, അല്ലേ? യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭമാണ് ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത്. എന്താണ് നമ്മെ വിളിക്കുന്നത്? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഇവിടെ ദാനിയേലിൻ്റെ പ്രവചനം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വേദവാക്യങ്ങൾ 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം പറയുന്നു. ലേഖകൻ വ്യക്തമായി പറയുകയാണ്, യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം എന്ന് പറയുന്നത് 70 ആഴ്ചവട്ട പ്രവചനത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്, അല്ലേ? 70 ആഴ്ചവട്ട പ്രവചനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരാഴ്ചയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മെ സൂചിപ്പിക്കുന്നത്. 70 ആഴ്ചവട്ട പ്രവചനം നമുക്ക് എല്ലാവർക്കും അറിയാം. എസ്രാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ അവിടെ പറയുന്നു, അല്ലേ? 70 ആഴ്ചവട്ട പ്രവചനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം? അത് തുടങ്ങിയത് BC 457-ലാണ്. BC 457 പേർഷ്യൻ രാജാവായ അർത്ഥസിഷ്ടാവ് രാജാവ് യെരുശലേമിനെ പുതുക്കി പണിയുവാൻ കൽപ്പന പുറപ്പെടുവിച്ച ആ നാൾ മുതൽ, പുനഃസ്ഥാപിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ച ആ നാൾ മുതലാണ് 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം ആരംഭിക്കുന്നത്. BC 457 BC-യിലാണ് അർത്ഥസിഷ്ടാവ് രാജാവായ പേർഷ്യൻ രാജാവ് അർത്ഥസിഷ്ടാവ് രാജാവ് യെരുശലേമിനെ പുതുക്കി പണിയുവാൻ ഇവിടെ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ നമ്മൾ തുടങ്ങിയാൽ 69 ആഴ്ച തീരുമ്പോൾ അവസാനം AD 27-ലാവും. 69 ആഴ്ച തീരുമ്പോൾ AD 27-ആവും. അവസാനത്തെ ഒരാഴ്ചയെക്കുറിച്ച് പറയുന്നത്, അവസാനത്തെ ഒരാഴ്ചയിൽ കാണുന്ന വലിയൊരു പ്രത്യേകത, 69 ആഴ്ച കഴിയുമ്പോൾ അവസാനം അവിടെ കാണുന്നത് യേശുക്രിസ്തു അഭിഷേകം ചെയ്യും എന്നിവിടെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നു, അല്ലേ? അഭിഷിക്തൻ യേശുക്രിസ്തു അഭിഷിക്തപ്പെടും, കൂടാതെ അഭിഷിക്തനായ യേശുക്രിസ്തു ഛേദിക്കപ്പെടും എന്നിവിടെ പറയുന്നു. അങ്ങനെ ഹനനയാകവും ഭോജനയാകവും എന്നേക്കുമായി നിർത്തലാക്കും എന്നിവിടെ പറയുന്നു. അപ്പോൾ 70 ആഴ്ചവട്ട പ്രവചനത്തിൻ്റെ ലാസ്റ്റ് ഒരാഴ്ചത്തെ സംഭവമാണ് ഇവിടെ പറയുന്നത്. 69 ആഴ്ച AD 27-ൽ തീരും. 69 ആഴ്ചവട്ടം AD 27-ൽ തീരും. അവസാനത്തെ ഒരാഴ്ച നടക്കുന്ന സംഭവത്തെക്കുറിച്ച് പറയുന്നു. അവസാനത്തെ ഒരാഴ്ച എന്ന് പറയുമ്പോൾ 7 വർഷം, അല്ലേ? നമുക്കറിയാം പ്രവചനത്തിൽ സംഖ്യാപുസ്തകവും യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഒരു ദിവസത്തിന് ഒരു സംവത്സരം, അല്ലെങ്കിൽ ഒരു സംവത്സരത്തിന് ഒരു ദിവസം, ഇതൊക്കെയാണ് പ്രവചനത്തിലെ അർത്ഥങ്ങൾ. അപ്പോൾ ഒരു ദിവസത്തെ നാം എന്തായിട്ട് സങ്കല്പിക്കുന്നു? ഒരു സംവത്സരമായിട്ട് സങ്കല്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 69 ആഴ്ചവട്ടം തീരുന്നത് AD 27-ൽ. ലാസ്റ്റിന് ഒരാഴ്ച, ആ ഒരാഴ്ചയിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? AD 27-ൽ യേശു സ്നാനം സ്വീകരിക്കുന്നു. സ്നാനം സ്വീകരിച്ചതിന് ശേഷം സുവിശേഷം ആരംഭിക്കുന്നു, അല്ലേ? ഗലീലയിലൊക്കെ സഞ്ചരിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അത് AD 27-ൽ സ്നാനം യേശു സ്വീകരിച്ച അന്ന് മുതൽ അത് ആരംഭിച്ചു. പിന്നെ 31-ൽ കർത്താവ് ഛേദിക്കപ്പെടുന്നു, അല്ലേ? 3.5 വർഷത്തിൽ അവസാനത്തെ ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അഭിഷിക്തൻ എന്ത് ചെയ്യും? ഛേദിക്കപ്പെടും. AD 31-ൽ യേശു ക്രൂശിക്കപ്പെടുന്നു. ലാസ്റ്റ് ആഴ്ചവട്ടത്തിൻ്റെ പൂർത്തീകരണം പറയുന്ന ആ ആഴ്ചയുടെ അവസാനത്തെ പൂർത്തീകരണം AD 34-ൽ അവിടെ സ്തേഫാനോസിനെ കല്ലെറിയുകയും ഈ സുവിശേഷം യഹൂദരിൽ നിന്ന് ജാതികളിലേക്ക് പോയതായിട്ട് അവിടെ മനസ്സിലാക്കി തരുന്നു. അപ്പോൾ 70 ആഴ്ചവട്ടത്തിൻ്റെ ലാസ്റ്റ് ഒരാഴ്ചത്തെ പ്രവർത്തനമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. AD 27-ൽ സ്നാനപ്പെടുന്നു. അവസാനത്തെ ആഴ്ചയിൽ 31-ൽ അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നു, ക്രൂശിക്കപ്പെടുന്നു. ലാസ്റ്റ് AD 34 ആയപ്പോൾ ഈ സുവിശേഷം ജാതികളിലേക്കും
യഹൂദന്മാരിലേക്കും എത്തിച്ചേരാത്ത യഹൂദന്മാരിലേക്കും ഈ സുവിശേഷം ആരംഭിച്ചു എന്ന്. അങ്ങനെ 70-ാമത്തെ ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം അവിടെ അവസാനിച്ചു. AD 34 അവസാനിച്ചു. അപ്പോൾ BC 457 തുടങ്ങിയ പ്രവചനം AD 34 ഈ 70 ആഴ്ചവട്ട പ്രവചനം അവിടെ അവസാനിച്ചു എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് യേശു പറഞ്ഞതിനനുസരിച്ചതാണ് ഈ സുവിശേഷം അത് ആരംഭിച്ചത് എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ആരംഭിച്ചത് ഈ പ്രവചനത്തിൻ്റെ നിറവേറലാണ്. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ആരംഭിച്ചത് ഏതനുസരിച്ചാണ്? യേശു പറഞ്ഞതിനനുസരിച്ച് തന്നെയാണ് 70 ആഴ്ചവട്ടത്തിൻ്റെ പ്രവചനം നിറവേറിയത് എന്നവിടെ പറയുന്നു. അങ്ങനെ AD 34 ഈ ദൂത് ജാതികളുടെ ഇടയിലേക്ക് കടന്നുപോയി എന്ന് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളിയാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വെള്ളിയാഴ്ച കൂടുതൽ പഠനത്തിന് മർക്കോസിൻ്റെ സുവിശേഷം നേരത്തെ നമ്മൾ വായിച്ച മനപ്പാഠവാക്യം 1-15, കൂടാതെ വെളിപാടിൻ്റെ പ്രവചനം 14-ാം അധ്യായം 6-7 വാക്യങ്ങൾ, 1-ാം ദൂതൻ്റെ ദൂത്. ഇത് രണ്ടും സമാന്തരമാണ് എന്നിവിടെ പറയുകയാണ്. ഇത് രണ്ടും സമാന്തരമായ ദൂതാണ്. ഒന്ന് യേശുവിൻ്റെ വിളിയാണ്, ശിഷ്യത്വത്തിലേക്കുള്ള യേശുവിൻ്റെ വിളി. യേശു വിളിക്കുന്നത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഇത് തന്നെയാണ് അന്ത്യകാലത്ത് 1-ാം ദൂതൻ വിളിച്ചു പറയുന്നത്, അല്ലേ? അന്ത്യകാലത്ത് ഇതേ വിളി തന്നെയാണ്, ശിഷ്യത്വത്തിലേക്കാണ് വിളിക്കുന്നത് 1-ാമത്തെ ദൂതൻ. എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത് ആകാശമധ്യേ പറക്കുന്ന ആ ദൂതൻ പറയുന്നത്, ഭൂവാസികളെ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കലൊരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. എന്താണ് ദൂത്? ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീനമെന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഈ രണ്ട് ദൂതും തമ്മിൽ വലിയ ബന്ധമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 1-15 യേശു പറയുന്ന ദൂതും, അല്ലേ, സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ കർത്താവ് പറഞ്ഞ ദൂതും, അന്ത്യകാലത്ത് 1-ാം ദൂതൻ വിളിച്ചു പറയുന്ന ദൂതും ഒരേ ദൂത് തന്നെയാണ്, അല്ലേ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ എന്ത് ചെയ്യുക? വിശ്വസിപ്പിൻ. ഈ രണ്ടും ശിഷ്യത്വത്തിലേക്കാണ് വിളിക്കുന്നത്. ഈ രണ്ടും നമ്മെ ശിഷ്യത്വത്തിലേക്കാണ് വിളിക്കുന്നത്. 1-ാം ദൂതന് ഒരു മുന്നറിയിപ്പും കൂടെ നൽകുകയാണ്. നമുക്കൊരു ന്യായവിധിയുണ്ട്. 1-ാം ദൂതൻ ഒരു മുന്നറിയിപ്പ് കൂടെ നൽകുന്നു. അന്ത്യകാലത്ത് നമുക്ക് എന്ത് ശേഷിക്കുന്നു? ഒരു ന്യായവിധി ശേഷിക്കുന്നു. അതുകൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവരെ നമസ്കരിപ്പീൻ, അല്ലേ? ഈ ഒരു വലിയൊരു പാഠം, മനോഹരമായ ഒരു പാഠമാണ് ഈ ഒരു 3 മാസക്കാലം നാം പഠിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം, അല്ലേ? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസക്കാലം നാം മർക്കോസിൻ്റെ സുവിശേഷം പഠിക്കുന്നു. ഇന്ന് നാം സുവിശേഷത്തിൻ്റെ ആരംഭമായ യേശുവിനെക്കുറിച്ച് പഠിച്ചു. സുവിശേഷത്തിൻ്റെ ആരംഭമായ മർക്കോസ് പറയുന്നത് സുവിശേഷത്തിൻ്റെ ആരംഭം കർത്താവ് യേശു ക്രിസ്തുവാണ്. AD 27 യോഹന്നാനാൽ സ്നാനം സ്വീകരിച്ചതിന് ശേഷം ഈ ലോകമൊക്കെയും, അല്ലേ, ശമരിയയിലും ഗലീലയിലും നസ്രയത്തിലും ബത്ലഹേമിലും ഒക്കെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് വലിയൊരു ദൂത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അങ്ങനെ AD 31 ക്രൂശിക്കപ്പെട്ടതിന് ശേഷം, പുനരുത്ഥാനത്തിന് ശേഷം, അല്ലേ, യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം സുവിശേഷം വീണ്ടും ശക്തിയായി ലോകമൊക്കെ വ്യാപിക്കുകയും ക്രിസ്തീയ സഭ വളരുകയും ചെയ്തു, അല്ലേ? ക്രിസ്തീയ സഭയുടെ വളർച്ചയെന്ന് പറയുന്നത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ ആരംഭം നമ്മൾ ഈ 1-ാമത്തെ പാഠത്തിൽ പഠിച്ചു. ഈ പാഠം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും ഇന്നത്തെ ശാബത്ത് സ്കൂൾ പാഠം ശ്രദ്ധിച്ചത് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ദൈവം നമ്മെ ഈ ഒരു 3 മാസക്കാലം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ആഴമേറിയ ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനവും കൃപയും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശാബത്ത് സ്കൂൾ പാഠം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗീയ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. ഒരു പുതിയ ക്വാർട്ടറിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസക്കാലം പിതാവേ മർക്കോസിൻ്റെ സുവിശേഷം പഠിക്കുവാനുള്ള വലിയൊരു അവസരം ദൈവം ഞങ്ങൾക്ക് നൽകിയ കൃപകൾക്കായി സ്തോത്രം. മർക്കോസ് യേശുവിനെ സൂചിപ്പിക്കുന്നത് പോലെ സുവിശേഷത്തിൻ്റെ ആരംഭം കർത്താവാകുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിച്ച കൃപകൾക്കായി സ്തോത്രം. കർത്താവ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദൂത് അന്ത്യകാലത്ത് 1-ാം ദൂതനും വിളിച്ചു പറയുന്ന പിതാവേ, അതിനായി മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനം തിരിയുവാൻ മർക്കോസ് എന്ന യോഹന്നാന് ദൈവം 2-ാമത്തെ ഒരു അവസരം നൽകിയപ്പോൾ മനം തിരിഞ്ഞ് ശുഷ്കാന്തി ഉള്ളവനായി പരിശുദ്ധാത്മാവിൽ പ്രവർത്തിച്ചതുപോലെ അന്ത്യകാലത്ത് പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നല്ല പാഠങ്ങൾ പഠിക്കാനുള്ള അവസരം നൽകിയ കൃപകൾക്കായി സ്തോത്രം. പാഠം ശ്രദ്ധിച്ച എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു.
ഹൃദയങ്ങളെ ആരായുന്ന ദൈവം അവർക്ക് ആവശ്യമെന്ന സമാധാനവും സന്തോഷവും നൽകണമേ. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ പാഠങ്ങളൊക്കെയും എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ചോദിക്കുന്ന കുറവുകളാണെങ്കിൽ അധികമായ നന്മകളാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, എളിയ യാചന കേൾക്കണം പരിശുദ്ധനായ നല്ല പിതാവേ, ആമേൻ.